ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചേനപ്പൂവും കൊണ്ടൊരു വിഭവമായിട്ടാണ്. ചേനപ്പൂവ് മസാലക്കറി അല്ലെങ്കിൽ കറി എന്ത് വേണമെങ്കിലും പറയാം. ചേനപ്പൂവ് കിട്ടിയാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ടേസ്റ്റി ആയിട്ടാണ് കേട്ടോ അത്. ഇങ്ങനെ ഉണ്ടാക്കി നോക്കുമ്പോൾ കൂടുതൽ അധികമൊന്നും വേണ്ട. ഒരു സവോള, കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉപ്പ്, പിന്നെ കുറച്ച് മസാലപ്പൊടികൾ, ഇത്രേ ആവശ്യമുള്ളൂ. പിന്നെ ചേനപ്പൂവും, അതാണല്ലോ മെയിൻ. അതില്ലാതെ പിന്നെ ചേനപ്പൂ കറി എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് ചേനപ്പൂവൊക്കെ ചെറുതായിട്ട് അരിഞ്ഞ് സെറ്റാക്കി വെക്കുക. എന്നിട്ട് ആവശ്യത്തിന് സവോള, ഇത് ചെറിയൊരു ചേനപ്പൂവാണ്, അതുകൊണ്ട് ഒരു സവോള ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ പാന് ചൂടാക്കാൻ വെക്കുക. എൻ്റെ പോലെ ആരും ചൂടാക്കാൻ വെക്കണ്ട കേട്ടോ. ഞാൻ ചൂടാക്കാൻ വെച്ചിട്ട് എണ്ണ എടുക്കാൻ പോയിട്ട് പിന്നെ അത് മറന്നു. അതുകൊണ്ട് വല്ലാണ്ട് ചൂടായി. നിങ്ങൾ വേഗം എണ്ണ ഒഴിച്ചോളൂ കേട്ടോ. എണ്ണയൊക്കെ ഒഴിച്ച് സവോളയൊക്കെ ഇട്ട് കറിവേപ്പില, പിന്നെ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് അതൊന്ന് വഴണ്ട് വരുന്ന വരെ വെയിറ്റ് ചെയ്യുക. അത് വഴണ്ട് വന്നതിന് ശേഷം നമ്മുടെ ജിഞ്ചർ ഗാർലിക്കിൻ്റെ പേസ്റ്റ്, അതായത് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ടിട്ട് ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കുക. അതിന് ശേഷം മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല, പിന്നെ കുറച്ച് ജീരകപ്പൊടി. ഇത്രയും പൊടികളേ ഉള്ളൂ കേട്ടോ. വേഗമാണ് ഉണ്ടാക്കാൻ, പെട്ടെന്ന് ഉണ്ടാക്കാനുള്ളതാണ്, എന്നാൽ ടേസ്റ്റിയാണ്. പിന്നെ അതൊക്കെ മിക്സ് ചെയ്ത് അരിഞ്ഞു വെച്ചാൽ നമ്മുടെ ചേനപ്പൂവ് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാൻ വെക്കുക. അതവിടെ കിടന്നിട്ട് നന്നായിട്ട് വെന്ത് വരട്ടെ. ഞാൻ ഒരു ചെറിയ മാഗി ക്യൂബ് ഇടുന്നുണ്ട് കേട്ടോ. ഒരു മസാലക്കറി പോലെയല്ലേ, അപ്പോൾ ഒരു ചെറിയ ഫ്ലേവർ ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ടാണ്. അതിട്ടില്ല എന്ന് വെച്ചിട്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റ് തന്നെയാണ്. അതിട്ടാൽ വേറെ ഒരു ഫ്ലേവർ അത്ര. പിന്നെ അതാ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഉപ്പും എരിവൊക്കെ പാകമല്ലേ നോക്കുക. അതിന് ശേഷം ചോറ് എടുക്കുക, കൂട്ടി കുഴച്ചങ്ങോട്ട് കഴിക്കുക. വേറെ പ്രത്യേകിച്ച് കൂട്ടാനുകളൊന്നും ചോറിക്ക് വേണമെന്നില്ല കേട്ടോ, അത് മാത്രം മതി.